ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. LDF തൃത്താല മണ്ഡലം കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ചേർന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നമുക്കറിയാം ഈ മാസം 15-ാം തീയതി. 15-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലറേഷൻ നടത്തി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേതാക്കൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അസാധാരണമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ. അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്ന് ആ പ്രഖ്യാപനത്തിലൂടെ തെളിയിച്ചു. ഇലക്ഷൻ പ്രഖ്യാപിച്ച 6-7 ദിവസം കഴിഞ്ഞിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ET ഹൈദ്രോസ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി MP രാജേഷ്, ആനക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ K. മുഹമ്മദ്, PN മോഹനൻ, AK ദേവദാസ് എന്നിവർ സംസാരിച്ചു. ഉണ്ടായിട്ടില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലമായിരുന്നു കഴിഞ്ഞ 10 വർഷം. ആ 10 വർഷത്തെ നേട്ടങ്ങൾ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അക്കമിട്ട് നിരത്തുകയുണ്ടായി. ഒട്ടേറെ കാര്യത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി, ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറി. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ തുടർച്ചയായി ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. നീതി ആയോഗിന്റെ ദേശീയ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചികയിൽ 7 വർഷമായി തുടർച്ചയായിട്ട് ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. ആരോഗ്യ സൂചികയിൽ തുടർച്ചയായിട്ട് ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.